നമ്മളിവിടെ കുറച്ച് ഡാറ്റ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റ നോക്കി ഈ ഡാറ്റയിലെ കസ്റ്റമേഴ്സിനെ നോക്കുക. കസ്റ്റമേഴ്സിൻ്റെ നെയിം നമ്മളിവിടെ കുറച്ച് സെലക്ട് ചെയ്യുകയാണ്. ഈ നെയിമിനെ നമുക്ക് നേരെ അപ്പർ കേസും ലോവർ കേസും ആയിട്ട് മാറ്റണം. സാധാരണയായിട്ട് നമുക്ക് ചെയ്യാറുള്ള ഒരു വഴി ഇതാണ്. നമ്മളിവയെ സെലക്ട് ചെയ്യുന്നു, വേർഡിൽ കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇവിടുന്ന് അപ്പർ കേസ് ലോവർ കേസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ചേഞ്ച് കേസ് മെനു ഉണ്ട്. ഈ ചേഞ്ച് കേസ് വന്നിട്ട് അപ്പർ കേസ് ആക്കുന്നു, ലോവർ കേസ് ആക്കണമെങ്കിൽ ലോവർ കേസ് ആക്കുന്നു. ഇതാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്യാറുള്ളത്. നമ്മൾ വന്നിട്ട് എക്സലിലോട്ട് കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഡാറ്റയെ നമുക്ക് അപ്പർ കേസ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഈക്വൽ ടു കൊടുക്കുക, അപ്പർ എന്ന് സെലക്ട് ചെയ്യുക. അപ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് സെല്ലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേ റോസ്മേരി ജോസഫിനെ അപ്പർ കേസ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ ബാക്കിയുള്ള ഡാറ്റയും കൂടെ അപ്പർ കേസിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതേ സംഭവം നമുക്ക് ലോവർ കേസ് ആക്കണമെങ്കിൽ ഈക്വൽ ടു ലോവർ എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ലോവർ കേസ് ആക്കി മാറ്റാനായിട്ട്. ജസ്റ്റ് ആ സെല്ല് സെലക്ട് ചെയ്യുക, ആ സെല്ല് പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ബാക്കിയുള്ള ഡാറ്റയും കൂടെ നമുക്ക് ലോവർ കേസ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പർ അല്ലെങ്കിൽ ലോവർ എന്ന് പറഞ്ഞ ഫോർമുല ഫംഗ്ഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റയെ കൊണ്ടുവന്ന് വേർഡിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ജസ്റ്റ് കേസ് മാറ്റി കൊടുത്തിട്ട് അപ്പർ കേസ് ലോവർ കേസ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡോ ഏതെങ്കിലും കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏതാണോ എളുപ്പം ആ ഒരു വഴി ഫോളോ ചെയ്യാം. ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സിനായിട്ട് വേണ്ടിയിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം.